എപ്പിസോഡ് ഓപ്പൺ സീനിൽ ആ ജയന്റ് സയാൻ അവനാണെങ്കിൽ ഫുൾ കലിപ്പില് ഇപ്പൊ ഗോഹാന് നേരെ തിരിഞ്ഞിരിക്കുകയാണ്. അവന്റെ അൾട്ടിമേറ്റ് പവർ അതുപയോഗിച്ച് ഇപ്പൊ ഗോഹാന് നേരെ ആഞ്ഞടിക്കും. ആ ഒരു പവർ അത് ഗോഹാന്റെ നേർക്ക് വരുന്ന കണ്ട പിക്കലോ ആളാണെങ്കിൽ ചാടി വന്ന് അതിന് മുൻപിൽ കയറി നിൽക്കുകയാണ്. ആ പവർ ഒന്ന് ഹിറ്റ് ചെയ്ത് ഇപ്പൊ പിക്കലോ അവരങ്ങനെ തകർന്നു നിൽക്കും. ആ ജയന്റ് സൈൻ ആണെങ്കിൽ പിക്കലോടെ കഥ കഴിഞ്ഞു എന്ന് കരുതി പിക്കലോയെ തന്നെ നോക്കും. അവനെപ്പോഴും ജീവനുണ്ട്. പിക്കലോ ആണെങ്കിൽ ഗോഹാനോട് പറയും, എല്ലാം കഴിഞ്ഞു, നീ എത്രയും വേഗം ഇവിടുന്ന് രക്ഷപ്പെട്ട് ഓടണമെന്ന് പറഞ്ഞ് അവൻ താഴേക്ക് വീഴുകയാണ്. ഗോഹാൻ ആണെങ്കിൽ എന്താ പറയേണ്ടെന്ന് അറിയില്ല. പിക്കലോ, നീ എന്തായി ചെയ്തേ? എനിക്ക് നേരെ അയച്ച പവർ അത് നീ എന്തിനാ തടയാൻ നിന്നേ? ഒരു കാരണവശാലും മരിക്കാൻ പാടില്ല. നിങ്ങൾ മരിച്ചാൽ ആരെയും നമുക്ക് തിരികെ പിടിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഗോഹാനാണെങ്കിൽ അവനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതിന് പിക്കലോ ഗോഹാനോട് പറയും, സമയം വൈകിട്ടില്ല, നീ എത്രയും വേഗം ഇവിടുന്ന് പോണം, ഇത് അവസാനിക്കാൻ പോവാണ്. ഗോഹാനാണെങ്കിൽ ആള് പറയുന്നത് കേൾക്കാതെ ആളോട് ചേർന്ന് നിൽക്കും. ഞാൻ ഒരു കാരണവശാലും നിങ്ങളെ വിട്ടു പോവില്ല. ഇവിടുന്ന് ഉപേക്ഷിച്ചു പോവാൻ എന്നെ കൊണ്ട് കഴിയില്ല. കട്ട് ചെയ്താ ഇവിടെ കാമയെ കാണിക്കും. കാമയാണെങ്കിൽ ഇപ്പൊ മുഴുവനായിട്ടും വീക്കായിരിക്കുകയാണ്. പിക്കലോ ഇങ്ങനെ ഒരു മൂവ്മെന്റ് നടത്തുമെന്ന് ഞാൻ കരുതിയില്ല. സ്റ്റൈം ഞാൻ എന്റെ സ്ട്രെങ്ത് മുഴുവൻ പിക്കലോയ്ക്ക് കൊടുത്തു. പക്ഷെ അവൻ ഞെട്ടിച്ചുകൊണ്ട് ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനായിട്ട് ആ ഒരു പവർ സ്വന്തം ശരീരത്തിലേക്ക് ഏറ്റുവാങ്ങി ഇപ്പോ മരിച്ചിരിക്കുകയാണ്. ഇത് എന്റെ അന്ത്യമാണെന്ന് പറഞ്ഞ് ആളങ്ങനെ ഇൻവിസിബിൾ ആവും. ബ്ലാക്ക് മാൻ ആണെങ്കിൽ ഇപ്പൊ കാമയുടെ പേര് വിളിച്ച് ഉച്ചത്തിൽ കരയാണ്. ഇവിടെ ഗോക്കു ആണെങ്കിൽ സെൻസ് ചെയ്യും ഒരു വലിയ പവർ അത് കുറഞ്ഞു പോകുന്നത്. ഒന്നോ ആരോ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ എത്രയും വേഗം അവിടേക്ക് പോകണമെന്ന് പറഞ്ഞ് ഗോക്കു ആണെങ്കിൽ ഉഷാറായിട്ട് ഇവിടേക്ക് കടന്നു വരും. പിക്കലോ ആണെങ്കിൽ ഗോഹാന്റെ കൈപിടിച്ച് പറയും, നിനക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഫ്യൂച്ചറുണ്ട്, നിനക്ക് നല്ല പവറുണ്ട്. സത്യത്തിൽ ആദ്യമായിട്ടാണ് ആളെങ്കിലും എന്നെ ഒരു ശത്രുവോ മോൺസ്റ്ററോ ആയി കാണാത്തത്, അത് നീ മാത്രമാണ്. പിക്കലോ ആണെങ്കിൽ ഒരു സെക്കൻഡ് അവരുടെ ട്രെയിനിങ് ഗോഹാനുമായിട്ട് സ്പെൻഡ് ചെയ്ത ടൈംസ് അത് ആലോചിക്കുകയാണ്. ഞാൻ നിന്റെ ശത്രുവല്ല എന്ന് നിന്റെ നാവിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് കേട്ടത്. എനിക്കത് ഒരിക്കലും മറക്കാൻ പറ്റില്ല ഗോഹാൻ എന്ന് പറഞ്ഞ് പിക്കലോ ആണെങ്കിൽ അവിടെ മരിച്ചു പോവാണ്. ഗോഹാനാണെങ്കിൽ അത് സഹിക്കാൻ കഴിയില്ല. അവനാണെങ്കിൽ നിലവിളിച്ച് കരയും. ടെമ്പിളിലാണെങ്കിൽ കാമയെ വിളിച്ച് ഇപ്പൊ ബ്ലാക്ക് മാൻ കരയും. അതേസമയം ഇവിടെ പിക്കലോടെ പേര് വിളിച്ച് ഫുൾ ടെററിൽ നമ്മുടെ ഗോഹാൻ അവൻ ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്. അവനങ്ങനെ നിലവിളിച്ച് ഫുൾ പവർ അങ്ങനെ കൂട്ടി കൊണ്ടുവരും. 1000, 1500, 2000, 2800 ലെവലിലേക്ക് ഇപ്പൊ അവന്റെ പവർ അത് വർദ്ധിക്കും. ഇവിടെ ആ ചിന്ന സയാനാണെങ്കിൽ അതുകൊണ്ട് ഷോക്ക് ആവുകയാണ്. ഗോഹാനാണെങ്കിൽ കയ്യിലെടുത്ത് അവന്റെ ഫുൾ പവർ അതുപയോഗിച്ച് ആ ജയന്റ് സൈനെ ആഞ്ഞടിക്കുകയാണ്. അതിന് ആ ജയന്റ് സൈനും അവന്റെ പവർ ഉപയോഗിച്ച് ഇപ്പൊ ഗോഹാന്റെ പവറിനെ ഡോച്ച് ചെയ്ത് അവിടെ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവും. ആണെങ്കിൽ ക്യാഷ്ലായിട്ട് ഗോഹാനോട് പറയും, വാവ്, നീ ശരിക്കും എന്നെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ്. ഇവരെ കഴിഞ്ഞൊക്കെ ഒരു പൊടിപ്പയ്യനായ നിനക്ക് പവർ ഉണ്ടെന്ന് പറഞ്ഞ് അവന്റെ അടുത്തേക്ക് വരും. മൊട്ടപ്പനാണെങ്കിൽ നോക്കി വിളിച്ചു പറയും, ഗോഹാൻ, ഒരു കാരണവശാലും നീ ഇവിടെ നിൽക്കാൻ പാടില്ല, എത്രയും വേഗം ഓടി രക്ഷപ്പെടും. അതിന് ഗോഹാൻ പറയും, എന്റെ സർവ്വ പവറും അത് ഞാൻ എന്നോട് റിവഞ്ച് ചെയ്യാനായിട്ട് ഒറ്റ പവറിൽ ഉപയോഗിച്ചു, എനിക്കിപ്പോ ശക്തിയില്ല എന്ന് പറഞ്ഞ് താഴേക്ക് വീഴും. അതിന് ആ ഒരു ജയന്റ് ആണെങ്കിൽ അവന്റെ തൊട്ടടുത്ത് വന്ന്, നിന്റെ മരണം കാണാൻ നിന്റെ പപ്പയോട് ഇല്ലാതായി പോയി, പക്ഷെ നിന്റെ പവറിനെ കുറിച്ചും നിന്റെ ധീരതയെക്കുറിച്ചും നിന്റെ പപ്പയോട് ഞാൻ പറയുന്നു പറഞ്ഞ് അവനാണെങ്കിൽ കാലുയർത്തി അവനെ ചവിട്ടാൻ ശ്രമിക്കും. പക്ഷെ അടുത്ത നിമിഷം എന്തോ ഒന്ന് അവനെ അവിടുന്ന് കൊണ്ടുപോവാണ്. അവൻ എവിടെയെന്ന് കരുതി അവൻ ചുറ്റും നോക്കും. അപ്പോൾ തൊട്ട് പുറകിലായി ഫ്ലൈയിങ് നിംബസിൽ ഗോഹാൻ അവനങ്ങനെ സേഫായിട്ടിരിക്കുകയാണ്. ഫ്ലൈയിങ് നിംബസ് കണ്ട ഗോഹാനാണെങ്കിൽ ഷോക്കായി മുകളിലേക്ക് നോക്കും. മുകളിലായിട്ട് അവന്റെ പപ്പ. ഗോകുവിനെ കാണേണ്ട താമസം മൊട്ടപ്പനും ഗോഹാനും അവർക്ക് രണ്ടുപേർക്കും ഭയങ്കര സന്തോഷം. ഗോകു ആണെങ്കിൽ താഴേക്ക് വരും. അത് കണ്ട് ആ ചിന്ന സയൻ പറയും, എനിക്ക് നിന്നോട് പ്രതാപമാണ് തോന്നുന്നത്. സ്വന്തം മരണം അതേറ്റെടുക്കാനായി നീ ഇത്രയും കഷ്ടപ്പെട്ട് ട്രാവൽ ചെയ്ത് ഇവിടം വരെ വന്നു. അതിന് ഗോകു ആണെങ്കിൽ മറുപടി പറയാതെ പിക്കലോട് അടുത്തേക്ക് വന്ന് അവനെ ചെക്ക് ചെയ്യും, ഇവൻ എന്തു പറ്റി? അതിന് ഗോഹാൻ പറയും, പിക്കലോ അദ്ദേഹത്തിനെ രക്ഷിക്കാൻ ശ്രമിച്ചു, ആ സമയം ഈ ജയന്റ് സയൻ അവനെ കൊന്നുകളഞ്ഞു. അത് കേട്ട് ഗോകു ഞെട്ടും. ഗോകു ചുറ്റും നോക്കും. ദൂരത്തായിട്ട് മാർഷൽ ആർട്സ് മാനും ഹാൻസം ബോയും അവർ രണ്ടുപേരും മരിച്ചു കിടക്കുകയാണ്. ഗോകുവിനാണെങ്കിൽ അവന്റെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയില്ല. ആ ജയന്റ് സയൻ ആണെങ്കിൽ ഇപ്പൊ ഗോകുവിനെ വെല്ലുവിളിക്കുകയാണ്. ഗോകുവിന്റെ ദേഷ്യം അതങ്ങനെ കൂടി വരും. പിക്കലോ അവൻ നഷ്ടമായി. അവൻ നഷ്ടമായതുകൊണ്ട് തന്നെ ഇപ്പൊ കാമയെ ഇല്ലാതായി കാണും. മാർഷൽ ആർട്സ് മാൻ അതുപോലെ കുഞ്ഞിപ്പയ്യൻ ഹാൻസം ബോയ് അവരെ എല്ലാവരെയും എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പോ ജയന്റ് അടുത്തേക്ക് വരും. ജയന്റ് ആണെങ്കിൽ ഒരു പഞ്ച് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കും. ഇവിടെ ആ ചിന്ന സയാനാണെങ്കിൽ ഗോകുവിന്റെ പവർ അങ്ങനെ വർദ്ധിക്കുന്നത് കണ്ട് വണ്ടർ അടിക്കുകയാണ്. ഗോകു ജയന്റിന്റെ ക്ലോസ് തന്നെ താമസം ഞൊട്ടിയിടയിൽ അവൻ ഇൻവിസിബിൾ ആവുകയാണ്. ഗോകുവിന്റെ സ്പീഡ് കണ്ട് അവർ ഷോക്കാവും. ഗോകു ആണെങ്കിൽ ഇപ്പോ ഗോഹാന്റെ അടുത്തേക്ക് വരും. അതിനുശേഷം ടപ്പന്റെ അടുത്തേക്ക് വന്ന് ആ ഒരു പയറ് അവന് നേരെ നീട്ടുകയാണ്. ഇത് നീ കഴിക്കണം, പകുതി നീയും പകുതി ഗോഹാനും കൊടുക്കണം. അതിന് മൊട്ടപ്പം പറയും, എന്നെ കൊണ്ട് ഇത് കഴിച്ചിട്ട് യാതൊരു ഉപയോഗവും ഇല്ല, ഇതിപ്പോ കഴിക്കേണ്ടത് നീയാണ്, പവർ ഉപയോഗിച്ച് എനിക്കിവരെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിന് ഗോകു പറയും, വരുന്ന വഴിക്ക് ഞാൻ ഒരെണ്ണം കഴിച്ചു, ആവശ്യം ഇപ്പൊ നിങ്ങൾക്കാണെന്ന് പറഞ്ഞ് അവനത് രണ്ടായി പൊട്ടിച്ച് ഒരു ഭാഗം മൊട്ടപ്പനും മറ്റൊരു ഭാഗം
ഗോഹാനും കൊടുക്കും. അവർ രണ്ടുപേരും 75% പവർ അത് തിരികെ പിടിച്ച് ഇപ്പൊ സ്മാർട്ടായിട്ട് എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ ഇപ്പൊ മൊട്ടപ്പനോട് സോറി പറയും, ഞാനൊരല്പം വൈകിപ്പോയി, അതുകൊണ്ടാണ് ഇവരെ 3 പേരെ നമുക്ക് നഷ്ടമായത്. അതിന് മൊട്ടപ്പൻ പറയും, ഇത് തെറ്റല്ല, ഞങ്ങൾ എടുത്തു ചാടി ഇക്കാര്യം ചെയ്തു, അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. പക്ഷെ കുഴപ്പമില്ല, അവർ 2 പേര്, നമ്മളിപ്പോ 3 പേര്, നമുക്ക് തീർച്ചയായിട്ടും അവരെ തോൽപ്പിക്കാൻ പറ്റും. ഗോക്കു ആണെങ്കിൽ ഗോഹാനോട് പറയും, എനിക്ക് നിന്നെ കണ്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല, സത്യത്തിൽ നീ ഇപ്പോൾ ഒരുപാട് സ്ട്രോങ് ആയല്ലേ, നിനക്ക് ട്രെയിനിങ് കിട്ടിയല്ലേ? അതിന് അവൻ പറയും, അതെ, പിക്കലോ ആണ് എനിക്ക് ട്രെയിനിങ് തന്നത്. ഗോക്കു അവരോട് 2 പേരോട് പറയും, നിങ്ങൾ ഒരു കാരണവശാലും ഈ ഫൈറ്റിൽ ഇടപെടേണ്ട ആവശ്യമില്ല, നിങ്ങൾ കാഴ്ചക്കാരായിട്ട് മാറി നിൽക്കണം, ഈ 2 പേരുടെയും കാര്യം അത് ഞാൻ നോക്കിക്കോളാം. ഗോഹാനും മൊട്ടപ്പനും അവർ 2 പേരും അത് കേട്ട് ഷോക്കാവും. മൊട്ടപ്പനാണെങ്കിൽ അടിച്ചു പറയും, ഒരു കാരണവശാലും നിന്നെ ഒറ്റയ്ക്ക് അയക്കില്ല, ഞങ്ങളും നിന്നോടൊപ്പം ഉണ്ട്. ഇപ്പൊ ഗോഹാനും മൊട്ടപ്പനും 2 പേരും തറപ്പിച്ചു പറയും. അതിന് ഗോക്കു ആണെങ്കിൽ ടെററായി അവന്റെ പവർ പുറത്തേക്ക് വിടും. അത് കണ്ട് ഇപ്പോ മൊട്ടപ്പൻ ഷോക്കാവും. ഗോക്കു ആണെങ്കിൽ ടേൺ ചെയ്ത് ആ സയൻസിന് നേരെ പോവും. ഗോഹാൻ അവിടേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ മൊട്ടപ്പനാണെങ്കിൽ അവനെ കൺട്രോൾ ചെയ്യും. ഗോക്കു ഇത്രയും ദേഷ്യപ്പെട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, നമ്മൾ ഫൈറ്റ് ചെയ്യാൻ നമ്മൾ അനുവദിക്കും തോന്നുന്നില്ല, സോ അല്പസമയം നമുക്ക് വെയിറ്റ് ചെയ്തേ പറ്റൂ. ഗോക്കു ആണെങ്കിൽ അവരുടെ അടുത്തേക്ക് വന്ന് അവന്റെ കയോക്കി പവർ അത് വമ്പം ഫോഴ്സിൽ പുറത്തേക്ക് വിടും. ഇവിടെ ആ ഒരു ചിന്ന ജയാൻ അവനാണെങ്കിൽ ആ ഡിവൈസ് കണ്ട് ഞെട്ടുകയാണ്. പവർ 8000-ന് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗോഹാനും മൊട്ടപ്പനും അവർ 2 പേരും ഭയന്ന് ഒരു പാറയുടെ അരികിൽ പോയി ഒളിച്ചു നിൽക്കും. ഗോക്കുവിന്റെ പവർ അത് വർദ്ധിക്കുകയാണ്. സേഫായ ഒരിടത്തേക്ക് മാറി നിന്നിട്ടില്ല എങ്കിൽ ഈ ഒരു ഇമ്പാക്റ്റിൽ നമ്മളും പെട്ടുപോകുമെന്ന് മൊട്ടപ്പനാണെങ്കിൽ ഗോഹാന് മുന്നറിയിപ്പ് കൊടുക്കും. ഇവിടെ ജയന്റ് ആണെങ്കിൽ ഇപ്പൊ ചിന്നയോട് ചോദിക്കും അവന്റെ പവർ അതെത്രയാ. അതിന് ചിന്ന ജയാൻ പറയും അവന്റെ പവർ 8000-ന് മുകളിൽ പോയിരിക്കുകയാണ്, ഈ ഡിവൈസ് അവന്റെ പവർ മൂലം തകർന്നു പോയെന്ന് പറഞ്ഞ് അത് താഴേക്കിടും. ആട്ടത്തെ നിമിഷം ഗോക്കു അവൻ ചാടി വന്ന് അവന്റെ പുറകിൽ ആഞ്ഞൊരു കിക്ക്. ജയന്റ് ജയാൻ ആണെങ്കിൽ അടിച്ചു വീഴും. താഴെ വീണ ജയന്റ് ജയാനാണെങ്കിൽ ഇപ്പൊ ചാടി എഴുന്നേക്കും. ഓ നോ, നീ എന്റെ പിന്നിലൂടെ വന്ന് എങ്ങനെ എന്നെ അറ്റാക്ക് ചെയ്തു? ഇവിടെ ഗോക്കു, നിങ്ങൾ എന്റെ കയോക്കി ടെക്നിക്ക് അത് കാണാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവർക്ക് നേരെ മുരച്ച് മുൻപോട്ടേക്ക് വരും. ചിന്ന ജയാനാണെങ്കിൽ പേടി കൂടും. ടെൻഷനാണെങ്കിൽ അല്പം വർദ്ധിക്കാനായിട്ട് തുടങ്ങും. ജയന്റ് ആണെങ്കിൽ ചാടി എഴുന്നേറ്റ് ഇപ്പൊ ഗോക്കുവിന്റെ അടുത്തേക്ക് വന്ന് വീണ്ടും അവനെ അറഞ്ചം പുറഞ്ഞ് തല്ലാനായിട്ട് തുടങ്ങും. ഗോക്കു ആണെങ്കിൽ വളരെ സ്പീഡിൽ അവന്റെ എല്ലാ അറ്റാക്കിൽ നിന്നും ഒഴിഞ്ഞു മാറിക്കൊണ്ടേയിരിക്കുകയാണ്. സ്പീഡ് കണ്ട് ആ ചിന്ന ജയൻ അവൻ അത്ഭുതപ്പെടും. ഓ നോ, ഇവൻ റാഡിസിനെ കഴിഞ്ഞും ഒരുപാട് പവർഫുൾ ആയി മാറിയിരിക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ ചാടി വന്ന് അവന്റെ തലയിൽ ആഞ്ഞ് ചവിട്ടുകയാണ്. കോക്കറോട്ടിന്റെ ഇത്രയും വേഗത്തിലുള്ള ആ ഒരു പെർഫോമൻസ് പവറൊക്കെ കണ്ട് ഇവിടെ ചിന്ന സയാൻ അവൻ അത്ഭുതപ്പെടും. ഇവിടെ നമ്മുടെ ഗോക്കു, നീ എന്റെ ഫ്രണ്ട്സിനെ കൊന്നതിന് പകരമായിട്ട് ഉറപ്പായാലും നിന്നെയും നിന്റെ ഫ്രണ്ടിനെയും ഞാനും ഇല്ലാതാക്കുമെന്ന് പറയും. അതിനുശേഷം അവനെ വീണ്ടും പഞ്ച് ചെയ്ത് തെറിപ്പിക്കുകയാണ്. ആ ജയന്റ് സയാനാണെങ്കിൽ എന്റെ റിയൽ പവർ അത് നീ കാണാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവന്റെ ബോഡി മുഴുവൻ അവന്റെ പവർ സ്പ്രെഡ് ചെയ്യും. അവൻ ആ പവർ മുഴുവൻ ഉപയോഗിച്ച് ഗോക്കുയെ ആഞ്ഞടിക്കും. പക്ഷെ ഗോക്കുവിനാണെങ്കിൽ ഒരു പോറൽ പോലും പറ്റില്ല. എന്റെ ഹാൻസം ബോയെയും പിക്കലോയും കൊന്നതിന് അനുഭവിച്ചതിനെ കഴിഞ്ഞ് കൂടുതൽ വേദനയിൽ നിന്നെ ഞാൻ കൊല്ലൂന്ന് പറഞ്ഞ് ഗോക്കു അവന്റെ 2 കൈയും ചുരുട്ടി അവനെ ആഞ്ഞടിക്കും. ഇത് ഹാൻസം ബോയ്ക്ക് വേണ്ടി, ഇത് പിക്കലോയ്ക്ക് വേണ്ടി ഇത് പറഞ്ഞ് അവനെ അങ്ങനെ തല്ലി കൊല്ലുകയാണ്. ഇവിടെ ഗോഹാനും മൊട്ടപ്പനും അവർക്ക് 2 പേർക്കും അത് കണ്ട് ഭയങ്കര സന്തോഷം. ജയന്റ് ആണെങ്കിൽ വീണ്ടും എഴുന്നേറ്റ് ഇപ്പൊ ഗോക്കുവെ വെല്ലുവിളിച്ച് അവന്റെ അടുത്തേക്ക് പോകും. അതുകണ്ട ചിന്ന ജയനാണെങ്കിൽ വിളിച്ചു പറയും, നീ എന്താ ഈ ചെയ്യണേ? അവൻ നിന്നെ ഫ്രസ്ട്രേറ്റഡ് ആക്കുകയാണ്. ഫസ്റ്റ് ലെവല് അത് കൂട്ടി നിന്നെ തോൽപ്പിക്കാനാണ് അവൻ ശ്രമിക്കണേ. അത് കേട്ട് ജയന്റ് ആണെങ്കിൽ തിരിച്ചറിയും, ഓ നോ, ഞാൻ ഇത്രയും നേരം കാണിച്ചത് വലിയ അബദ്ധമാണ്, തീർച്ചയായിട്ടും ഞാൻ വളരെ ശ്രദ്ധയോടുകൂടെ മാത്രമേ ഫൈറ്റ് ചെയ്യൂന്ന് പറഞ്ഞ് അവനാണെങ്കിൽ പതിയെ അങ്ങനെ റിലാക്സ് ചെയ്ത് വീണ്ടും പവർ അബ്സോർബ് ചെയ്തെടുക്കാനായിട്ട് തുടങ്ങും. അവനാണെങ്കിൽ അവന്റെ പവർ മുഴുവൻ ഉപയോഗിച്ച് വീണ്ടും ഗോക്കുവായിട്ട് പൊരിഞ്ഞ അട്ടി ബഹളം. ഗോക്കു ആണെങ്കിൽ അവന്റെ പവർ കംപ്ലീറ്റ് ആയിട്ട് ഡോച്ച് ചെയ്യും. ആ സമയം അവൻ ഗോക്കുവിന്റെ വളരെ ക്ലോസ് നിന്നുകൊണ്ട് അവന്റെ അൾട്ടിമേറ്റ് പവർ ഗോക്കുവിന് നേരെ ഉപയോഗിക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ അത് അവന്റെ ഹാമേ പവർ ഉപയോഗിച്ച് കറക്റ്റ് ആയിട്ട് തടയും. ജയന്റ് ആണെങ്കിൽ 1 സെക്കൻഡ് ഫ്രീസ് ആവും. ഓ നോ, ഞാനിപ്പോ പ്രയോഗിച്ചത് എന്റെ അൾട്ടിമേറ്റ് പവറാണ്, അതുപോലും അവൻ പ്രിവെന്റ് ചെയ്തിരിക്കുകയാണ്. അതൊരു ഗോക്കു ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയും, ഞാൻ ഉപയോഗിച്ചത് എന്റെ ഹാമേ പവറിന്റെ ഏറ്റവും ചെറിയൊരു വേർഷനാണ്, അതിന്റെ ഏറ്റവും വലിയ വേർഷൻ നിനക്ക് താങ്ങാൻ പറ്റില്ല. അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ആ ചിന്ന സയാനാണെങ്കിൽ ഇപ്പൊ ആ ജയന്റിനെ തിരികെ വിളിക്കും. നിന്റെ അതേ പവറാണ് ഇപ്പൊ അവനുള്ളത്. എനിക്കിത് പറയാൻ വിഷമമുണ്ട്, എനിക്കിത് പറയാതെ പറ്റില്ല, നിനക്ക് അവനെ തോൽപ്പിക്കാൻ പറ്റില്ല, ഞാൻ തന്നെ കളത്തിലിറങ്ങി അവനെ തോൽപ്പിക്കണം. അത് കേട്ട് നമ്മുടെ ഗോഹാനും മൊട്ടപ്പനും അവർ 2 പേരും ഷോക്കാവുന്നതോടു കൂടെ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.